ഒഡീഷ. 2011 നവംബർ 4-നാണ് ഒറീസ സംസ്ഥാനത്തിൻ്റെ പേര് ഒഡീഷ എന്നാക്കി മാറ്റുന്നത്. 1956 നവംബർ 1-നാണ് ഒഡീഷ സംസ്ഥാനം നിലവിൽ വന്നത്. ഒഡീഷയുടെ പ്രാചീനകാല നാമങ്ങൾ ഒദ്ര, കലിംഗ, ഉത്കലം എന്നിവയാണ്. വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഒഡീഷയാണ്. മയൂർഭഞ്ച് സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഭുവനേശ്വർ ആണ് ഒഡീഷയുടെ തലസ്ഥാനം. ഒഡീഷയുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് റൂർക്കലയാണ്. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രമായ ചാന്ദിപൂർ ഒഡീഷയിലെ വീലർ ദ്വീപ് ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള പാരദ്വീപ് തുറമുഖം ഒഡീഷയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഈ പേയ്മെൻറ്റ് സംവിധാനം വഴി ശമ്പളം നൽകിയ സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയുടെ പരസ്യവാചകം ഇന്ത്യയുടെ ആത്മാവ് എന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ബാജി റൌത്താണ്. ഒഡീസി നൃത്തം ഉടലെടുത്തത് ജയദേവന്റെ ഗീതാ ഗോവിന്ദത്തിലാണ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഒഡീസിയാണ്. ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷയിലെ പ്രധാന ഇരുമ്പയിര് ഖനികളാണ് സോണായി, കിയോൻജർ എന്നിവ. ഒഡീഷ സിനിമാ വ്യവസായം അറിയപ്പെടുന്നത് ഒല്ലിവുഡ് എന്ന പേരിലാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദാരിദ്ര്യരേഖയ്ക്കു താഴെയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഉദയഗിരി ബന്ദഗിരി ഗുഹകൾ ഒഡീഷ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചേതി രാജാവായിരുന്ന ഖരവേലന്റെ ഭരണകാലത്താണ് ഉദയഗിരി ബന്ദഗിരി ഗുഹകൾ നിർമ്മിച്ചത്. ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ സ്ഥലങ്ങളാണ് ഭുവനേശ്വർ, കട്ടക് എന്നിവ. BC 261-ലാണ് കലിംഗ യുദ്ധം നടന്നത്. അശോക ചക്രവർത്തിയും ഖരവേലനും തമ്മിലായിരുന്നു കലിംഗ യുദ്ധം. കലിംഗ യുദ്ധം നടന്നത് ദയാനദിയുടെ തീരത്താണ്. 1984-ലാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ കൊണാർക്ക് സൂര്യക്ഷേത്രം ഇടം നേടിയത്. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. കൊണാർക്ക് ക്ഷേത്രത്തെ ഇവിടുത്തെ കല്ലുകളുടെ ഭാഷ മനുഷ്യഭാഷയെ നിർവീര്യമാക്കുന്നു എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം പണി കഴിപ്പിച്ചത് കിഴക്കൻ ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവനാണ്. കൊണാർക്ക് സൂര്യക്ഷേത്രം ചന്ദ്രഭാഗ നദിക്കരയിലാണ്. ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലെ പുരിയിൽ സ്ഥിതി ചെയ്യുന്നു. വെളുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ജഗന്നാഥ ക്ഷേത്രം. ജഗന്നാഥ ക്ഷേത്രം ആക്രമിച്ച ഡൽഹി സുൽത്താൻ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ചിൽക്ക തടാകമാണ്. റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ തടാകം ചിൽക്ക തടാകമാണ്. ചിൽക്ക തടാകം ഒഡീഷ സംസ്ഥാനത്താണ്. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, ബേർഡ് ദ്വീപ് എന്നിവ ചിൽക്ക തടാകത്തിലാണ്. ഒഡീഷയിലെ ആമകളുടെ സങ്കേതം എന്നറിയപ്പെടുന്നത് ഗാഹിർമാത തീരമാണ്. തെക്കേ അമേരിക്കയിൽ നിന്ന് ഒഡീഷയുടെ തീരത്ത് മുട്ടയിടാനെത്തുന്ന ആമകളാണ് ഒലിവ് റിഡ്ലി. ഒഡീഷയിലെ വനം വന്യജീവി സങ്കേതങ്ങൾ: ദേബ്രിഗഡ് വന്യജീവി സങ്കേതം, സുനാബേദ ടൈഗർ റിസർവ്, ചന്ദക ആന സങ്കേതം, ഭിട്ടാർകണിക ദേശീയോദ്യാനം, സലീംപാൽ ബയോസ്ഫിയർ റിസർവ്, നന്ദൻ കാനൻ ബയോളജിക്കൽ പാർക്ക് എന്നിവ. ഇന്ത്യയിൽ വെള്ളക്കടുവകൾ കാണപ്പെടുന്നത് നന്ദൻ കാനൻ ബയോളജിക്കൽ പാർക്കിലാണ്. താൽച്ചർ താപവൈദ്യുത നിലയം, ബാരാമതി സ്റ്റേഡിയം, കോരാപുട്ട് അലൂമിനിയം പ്രോജക്റ്റ് എന്നിവ ഒഡീഷ സംസ്ഥാനത്തിലാണ്. ക്ലാസിക്കൽ പദവി ലഭിക്കുന്ന 6ാമത്തെ ഭാഷയാണ് ഒഡിയ. ഒഡിയ ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചത് 2014-ലാണ്. ഒറിയ ഭാഷ ഒഡിയ എന്നാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ 2011-ലെ 96-ാം ഭേദഗതിയാണ്. ദേശീയ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് കട്ടക്കിലാണ്. മില്ലേനിയം സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം കട്ടക്കാണ്. സിൽവർ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം കട്ടക്കാണ്. കട്ടക്ക് മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ബരാബതി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കട്ടക്കാണ്. ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് കട്ടക്കാണ്.
ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളം ഭുവനേശ്വർ ആണ് സ്ഥിതി ചെയ്യുന്നത്. പഴയ കലിംഗ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഭുവനേശ്വർ ആയിരുന്നു. ഒഡീഷയിലെ ഏറ്റവും വലിയ നഗരം ഭുവനേശ്വർ ആണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ ആണ്. ക്ഷേത്ര നഗരം അഥവാ കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. ഒഡീഷയുടെ ഔദ്യോഗിക പക്ഷി പനങ്കാക്കയാണ്. ഒഡീഷയുടെ ഹൈക്കോടതി കട്ടക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം അശോകമാണ്. ഒഡീഷ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗം സാംബർമാൻ ആണ്.